എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 13-ാം തീയതി പുതിയതായി OTT-യിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ആദ്യത്തെ മൂവി തെലുങ്കു ആക്ഷൻ ഡ്രാമ ചിത്രമാണ് മാ ഇന്ദി ബംഗാരം. നന്ദിനി റെഡ്ഡിയുടെ സംവിധാനത്തിൽ സാമന്ത റൂത്ത് പ്രഭു പ്രധാന വേഷത്തിലെത്തിയ മൂവിയാണ് മാ ഇന്ദി ബംഗാരം. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ മാസം 17-ന് ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു മലയാളം മൂവിയാണ്. കാട്ടാളൻ പോൾ ജോർജ് എഴുതി സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പേപ്പെ പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കാട്ടാളൻ. തെന്നിന്ത്യൻ താരങ്ങളായ സുനിൽ കബീർ ദുഹാൻ സിംഗ്, തുഷാര വിജയൻ ഇവരെ കൂടാതെ ജഗദീഷ് സിദ്ദിഖ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിലോ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു ബോളിവുഡ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ആൽഫ. ആലിയ ഭട്ട്, ഷർവാരി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശിവ റവൈൽ സംവിധാനം ചെയ്ത മൂവിയാണ് ആൽഫ. അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ശക്തരായ 2 വനിതാ ഏജന്റുമാരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. രാജ്യത്തിന് ഭീഷണിയാകുന്ന ഒരു ശക്തനായ വ്യക്തിക്കെതിരെ പോരാടുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കിലോ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ഒരു മലയാള മൂവിയാണ് പള്ളിച്ചട്ടമ്പി. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസിനെ കൂടാതെ കയാദു ലോഹർ, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ്, സുധീർ കരമന എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. പൃഥ്വിരാജ് അതിഥി വേഷത്തെത്തുന്ന ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിലോ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ലെനിൻ. അഖിൽ അക്കിനേനി, ഭാഗ്യശ്രീ ബോഷ്സെ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ എത്തുന്നത്. ഈ റൂറൽ ആക്ഷൻ ഡ്രാമ ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് കിഷോർ അംബുരിയാണ്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്കു, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം 14 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഇന്ദ്രൻസ് മധുബാല പ്രധാന വേഷത്തിലെത്തിയ ചിന്ന ചിന്ന ആശൈ. ഈ ഫീൽ ഗുഡ് കുടുംബചിത്രം വാരണാസിയുടെ പശ്ചാത്തലത്തിലാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നിലവിൽ മികച്ച പ്രതികരണങ്ങളോടെയാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. സാധാരണയായി റിലീസിന് ശേഷം 4 മുതൽ 6 ആഴ്ചക്കുള്ളിലാണ് OTT-യിൽ സിനിമകൾ എത്താറുള്ളത്. അങ്ങനെയാണെങ്കിൽ ജൂൺ 19-ന് റിലീസ് ചെയ്ത ഈ മൂവി ജൂലൈ മാസം അവസാനത്തിലോ ഓഗസ്റ്റ് മാസം ആദ്യവാരത്തിലോ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത മൂവി ഗാട്ടാ ഗുസ്തി 2. 2022-ൽ പുറത്തിറങ്ങിയ ഗാട്ടാ ഗുസ്തി എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് ഗാട്ടാ ഗുസ്തി 2. വിഷ്ണു വിശാലും ഐശ്വര്യലക്ഷ്മിയുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു കുടുംബത്തിലെ ഭാര്യയുടെയും ഭർത്താവിന്റെയും വ്യത്യസ്തമായ സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിലെ രസകരമായ പ്രശ്നങ്ങളുമാണ് സിനിമയുടെ പ്രധാന കാതൽ. ഈ സ്പോർട്സ് കോമഡി ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം ആദ്യവാരമോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം പകുതിക്കോ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു മിലിറ്ററി ഡ്രാമ വെബ് സീരീസ് ആണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. 1999-ലെ കാർഗിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സീരീസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 1999-ൽ ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന കാർഗിൽ യുദ്ധത്തിൽ നടത്തിയ യഥാർത്ഥ വ്യോമാക്രമണ ദൗത്യമാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന മലനിരകളിൽ വെച്ച് നടന്ന കഠിനമായ വ്യോമാക്രമണമാണിത്. ഒനീസൻ സംവിധാനം ചെയ്ത ഈ സീരീസിൽ അഭയ് വർമ്മ, മിഹിർ അഹൂജ, താരുഖ് റെയ്ന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 7 മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വെബ് സീരീസ് ആണ് എലൈറ്റ് ഫോഴ്സ്. ആകെ 8 എപ്പിസോഡുള്ള ഈ സീരീസ് ജൂലൈ മാസം 22 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മിത്തോളജിക്കൽ ഫാന്റസി അഡ്വഞ്ചർ മൂവിയാണ് നാഗബന്ധം ദ സീക്രട്ട് ട്രഷർ. അഭിഷേക് നാമ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ വിരാട് കർണ, നഭ നദീഷ്, ഐശ്വര്യ മേനോൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇന്ത്യയിലുള്ള 108 പുരാതന വിഷ്ണു ക്ഷേത്രങ്ങളുടെ നിഗൂഢമായ രഹസ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക് ഭാഷയിൽ ജൂലൈ മാസം 31 മുതലും മലയാളം, ഹിന്ദി ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളിൽ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലും OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഹൊറർ ത്രില്ലർ സിനിമയാണ് റെഡി ഓർ നോട്ട് 2 ഹിയർ ഐ കം. റെഡി ഓർ നോട്ട് 2-ന്റെ സെക്കൻഡ് പാർട്ടായ ഈ സിനിമയിൽ തലയിറക്കലുകളും ചോരപ്പുഴകളും നിറഞ്ഞ അതിക്രൂരമായ ആക്ഷൻ രംഗങ്ങളും അതോടൊപ്പം ഡാർക്ക് കോമഡി നിറഞ്ഞതാണ് ഈ ചിത്രം. ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടായ റെഡി ഓർ നോട്ട് 2-ൽ ലേ ഡോമാസ് കുടുംബത്തിന്റെ മാരകമായ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട നായിക ഗ്രേസ് ഭീകരമായ അടുത്ത തലത്തിലേക്ക് എത്തുന്നതാണ് ഈ സെക്കൻഡ് പാർട്ടിന്റെ പ്രധാന കഥാപശ്ചാത്തലം. ജൂലൈ മാസം 16 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.